നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പൊതുവിചാരത്തെക്കുറിച്ചാണ്. ഒരാൾ കുറച്ച് നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ട ഉടനെ വരും ചോദ്യങ്ങൾ. എന്താടാ, നിനക്ക് എന്തെങ്കിലും വല്ല വിഷമമുണ്ടോ? എന്താ നീ ഇങ്ങനെ ആരുമില്ലേ? നിനക്ക് കൂട്ടം ആരുമില്ലേ? ആരോടെന്താ മിണ്ടാത്ത നീ? ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ മലയാളികൾക്കൊരു ശീലമുണ്ട്, എപ്പോഴും ഒരു ഗ്രൂപ്പായി നടക്കണം, അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ളവരാണ് മിടുക്കന്മാർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് സമൂഹം നമ്മളങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കാണ്. എന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നടത്തിയൊരു ശാസ്ത്രീയ പഠനം പറയുന്നത്, ബുദ്ധിശക്തി കൂടുതലുള്ളവർ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് സംതൃപ്തി കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കൂടുതൽ സ്മാർട്ട് ആകുന്നതോറും നിങ്ങൾക്ക് ആൾക്കൂട്ടത്തിൽ ഇരിക്കാൻ മടുപ്പ് തോന്നും. ഇതിൻ്റെ കാരണങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കൂ. അവിടെ കുരുവികളും കാക്കകളും ഒക്കെ എപ്പോഴും വലിയ കൂട്ടങ്ങളായിട്ടാണ് പറക്കുന്നത്, അല്ലേ? എന്നാൽ ആകാശത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഒറ്റയ്ക്ക് പറക്കുന്നൊരു പക്ഷിയുണ്ട്, പരുന്ത് ഒരിക്കലും ഈ കാക്കകളുടെയോ മറ്റ് പക്ഷികളുടെയോ കൂടെ കൂട്ടം കൂടി പറക്കാറില്ല. പരുന്തിന് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അത് ഉയരങ്ങളിൽ ഒറ്റയ്ക്ക് പറക്കുമ്പോഴാണ് അതിനെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡീപ്പ് പ്രോസസ്സിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ പരുന്തിനെ പോലെയാണ്. അവർ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുന്നതിനെക്കാട്ടിലും ഒരു കാര്യം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പരിശ്രമിക്കും. ഇനി എന്തുകൊണ്ടാണ് സ്മാർട്ടായിട്ടുള്ള ആളുകൾക്ക് കൂട്ടുകാർ കുറയുന്നത്? ഇതിന് പിന്നിലൊരു തിയറി ഉണ്ട്. സാവന്ന തിയറി എന്നാണ് അതിനറിയപ്പെടുന്നത്. അതായത് ആദിമ മനുഷ്യർ പണ്ട് കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് മൃഗങ്ങളെ വേട്ടയാടി മറ്റുമായിരുന്നു ജീവിച്ചിരുന്നത്. ആ സമയത്ത് ആളുകൾക്ക് അതിജീവിക്കാൻ ഒരു വലിയ സംഘത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാലം ഒരുപാട് പുരോഗമിച്ച് മനുഷ്യൻ അങ്ങനെ സംഘം ചേർന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അവരുടെ കഴിവിലും ബുദ്ധിയിലും വിശ്വാസമുണ്ട്. ചില പഠനങ്ങൾ പറയുന്നത് ഉയർന്ന ഐക്യമുള്ള ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾക്കായി സമയം ചെലവഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്നാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളും മറ്റും അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ ഒരു തടസ്സമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഞാനൊരു കഥ പറയാം. ഒരു വലിയ കല്ലിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കിയ ഒരു ശില്പിയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കല്ലിൽ നിന്ന് ഇത്രയും ഭംഗിയുള്ള ഒരു ശില്പം ഉണ്ടാക്കാൻ പറ്റിയത്? അപ്പോൾ ആ ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ ഒരു സിംഹത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, അത് കല്ലിൻ്റെ ഉള്ളിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ലാത്ത കല്ലിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ അതിൽ നിന്ന് തട്ടി മാറ്റിയെന്ന് മാത്രം. അപ്പോൾ ആ സിംഹത്തിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മുടെ ഉള്ളിൽ വലിയൊരു പ്രതിഭയുണ്ട്, പക്ഷെ അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളും നമുക്ക് ചേരാത്ത സംഭാഷണങ്ങളും ആ പ്രതിഭയെ മൂടിക്കളയുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയം സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യ ഭാഗങ്ങൾ ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ആ ശില്പിയെ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ മിനുക്കിയെടുക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള പുഴകളെ ഒന്ന് നോക്കൂ. അത് വലിയ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ഒഴുകും. പക്ഷേ കടലോ, അത് വളരെ ശാന്തമാണ്, അല്ലേ? അപ്പോൾ പുഴകളെല്ലാം ഒഴുകി ചേരുന്നത് എങ്ങോട്ടാ? ഈ കടലിലേക്കാണ്. എന്തുകൊണ്ടാണ് കടൽ ശാന്തമായിട്ട് ഒഴുകുന്നത്? കാരണം കടൽ അത്രയും ആഴമുള്ളതാണ്. ബുദ്ധിയുള്ള മനുഷ്യരും ഈ കടലിനെ പോലെയാണ്. അവരുടെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വലിയ കടലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പുറത്ത് ബഹളം വെക്കേണ്ട ആവശ്യമില്ലാത്തത്. അവരൊറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകുന്നു, പുതിയ ആശയങ്ങൾ ജനിക്കുന്നു. ലോകത്തെ മാറ്റിയ ഐൻസ്റ്റീനും ന്യൂട്ടനുമെല്ലാം ഇത്തരത്തിൽ കടൽ പോലെ ശാന്തമായി ഒറ്റയ്ക്കിരുന്നവരാണ്. ശാസ്ത്രം ഇതിനെ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ഉള്ളിലേക്ക് നോക്കാൻ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു കഴിവ്. ഈ കഴിവ് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നവർക്കുണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കൂട്ടുകാരില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആ ഒരു നിമിഷം നിങ്ങൾ നിർത്തുക. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രകൃതി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താനുള്ളൊരു സമയം നൽകിയിരിക്കുന്നതെന്നാണ്. പരുന്തിനെ പോലെ ഉയരത്തിൽ പറക്കാൻ തയ്യാറെടുക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് അഭിമാനത്തോടെ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ഈ ഒരു സ്മാർട്ടായ സ്വഭാവത്തെ ആരെയും കളിയാക്കാൻ അനുവദിക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.